നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷത്തെ മടക്കിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹീതമായി നല്ല ദിവസം വീണ്ടും ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നു. രക്ഷയുടെ സന്തോഷം ദൈവം മടക്കിത്തരും. സങ്കീർത്തനങ്ങൾ 51:10 മുതൽ 12 വരെ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. വേദനാജനകമായ ആമേൻ ദാവീദിൻ്റെ പ്രാർത്ഥനാ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്. അവൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും സംഭവിപ്പാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിപ്പാനിടയായി തീർന്നു. ഊരിയാവിൻ്റെ ഭാര്യയെ ആമേൻ ദൈവഹിതമല്ലാതെ ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന പ്രയാസങ്ങൾ, പിശാചിനതൊരു പിടിവള്ളിയായി, പിശാചിനതൊരു കാരണമായി. ആ ജനിച്ച കുഞ്ഞ് മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. എന്നാൽ അതിനു മുമ്പ് ആമേൻ ദാവീദിനെ തിരുത്തി ദൈവസന്നിധിയിൽ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം നാഥാം പ്രവാചകനെ അയക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണത്. പല രാജാക്കന്മാരെ നിങ്ങൾ നോക്കിയേ, ദൈവപുരുഷന്മാർ വന്ന് പലരും ആമേൻ മാനസാന്തരപ്പെടേണ്ട ദൈവിക ദൂതുകൾ പറയുമ്പോൾ നീ എന്തിനാ വിട്ടുകൊണ്ട് ചാകുന്നതെന്ന് വരെ പറയുന്ന ആമേൻ രാജാക്കന്മാരുണ്ട്. ഹല്ലേലൂയ. ആമേൻ, നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആമേൻ, അടിക്കാൻ കൈയോങ്ങുന്ന ആമേൻ രാജാക്കന്മാരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഇവിടെയാണ് ദാവീദിൻ്റെ ഒരു താഴ്ന്ന അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചപ്പോൾ വിധേയപ്പെടുന്ന ഒരു മനസ്സ്, ഹൃദയം. ദൈവം പറയുന്നുണ്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. ഹല്ലേലൂയ. അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു പോയിന്റാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്നൊരനുഭവം ദാവീദിനുണ്ടായി. ഹൃദയം കഠിനപ്പെടുന്ന ഫറവോനെ പോലെ ഞാൻ നിങ്ങളുമാകാതെ ദൈവത്തിന് വിധേയപ്പെടുന്ന ദാവീദിനെ പോലെ ഞാൻ നിങ്ങളുമായാൽ മടക്കി വരുത്തി തൻ്റെ രക്ഷയുടെ സന്തോഷം തിരികെ തരുവാൻ നമ്മൾ ദൈവം സഹായിക്കാനിടയായിത്തീരും. 51 സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിൻ്റെ അനുതാപ പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ അനുതാപ പ്രാർത്ഥന. ഒത്തിരി പദങ്ങൾ അതിനകത്തുണ്ടെങ്കിലും 3 പദങ്ങൾ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിനകത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ വാക്കിലേക്ക് വിരാമം. എനിക്കൊരു നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് വേണം. നിർമ്മലമായ ഹൃദയം എന്ന് വെച്ചാൽ വക്രതയില്ലാത്ത, കപടതയില്ലാത്ത, കഠിനപ്പെടാത്തൊരു ഹൃദയം ദൈവമേ നീ എനിക്ക് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ദാവീദ് ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്. നിർമ്മലമായൊരു ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കുവാൻ കഴിയും. ദൈവം കണക്കുകൂട്ടുന്നത് പോലെ എനിക്ക് കണക്കുകൂട്ടുവാൻ കഴിയും. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്തുള്ള പ്ലാൻ പോലെ എൻ്റെ ജീവിതത്തിനകത്ത് കാര്യങ്ങൾ തിരിവാനിടയായിത്തീരും. രണ്ടാമതായിട്ട് പറയുകയാണ്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കല്ലേ. നിൻ്റെ സന്നിധി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. ദാവീദ് പലവട്ടം അത് അനുഭവിച്ചിട്ടുണ്ട്. കാടിൻ്റെ ഏകാന്തതകളിൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ച സന്ദർഭങ്ങളിലും വീട്ടിൽ നടന്ന ഫംഗ്ഷൻ അറിയിക്കാതിരുന്നപ്പോഴും ആ കാട്ടിൻ്റെ ഏകാന്തതകളിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന് കുറവൊട്ടുമില്ലായിരുന്നു, ഒരു കുറവുമില്ലായിരുന്നു. ആ സന്തോഷമാണ് ഇപ്പോൾ കൈമോശം വന്നിരിക്കുന്നത്. ദൈവമേ, നിൻ്റെ സന്നിധി എന്നെ തള്ളിക്കളയല്ലേ. ഇതിനെക്കാട്ടി ആമേൻ വേദനാജനകമായ വിഷയം വേറൊന്നുമില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, വെള്ളത്തിൽ കിടക്കുന്ന ഒരു മീനെ പിടിച്ച് കരയ്ക്കോട്ടിടുമ്പോൾ ശ്വാസം കിട്ടാതെ അത് പിടയുന്നത് പോലെയുള്ള അനുഭവമാണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടൊരു ദൈവപൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞ ഭാഗമാണ്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആമേൻ. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഈ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയോ ഇങ്ങനെയുള്ള പദങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ പോകുന്നതായിട്ട് എനിക്ക് ആത്മാവിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് വരെ ജീവിതത്തിൽ കാണാത്ത ഒരു ആത്മീക സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയംഗമായിട്ടാണ് ആ തീരുമാനങ്ങൾ പുതുക്കുന്നതെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ ദൈവകരങ്ങളിൽ നമുക്ക് പിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ, തിരികെ തരണമേ, തിരികെ തരണമേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയി, തിരികെ തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ദൈവം അത് മടക്കി കൊടുത്തു. പിന്നീട് ഒരിക്കലും ദാവീദ് അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് പോയില്ല എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. പക്ഷേ ദാവീദിൻ്റെ മകനാകുന്ന ശലോമോൻ നേരെ തിരിച്ച് അവൻ പോകാനായിട്ടിടയായി. ആലയമൊക്കെ പണിതെങ്കിലും ദൈവത്തിൻ്റെ റൂട്ട് മാറി അവൻ സഞ്ചരിച്ച് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പോലും വരാതെ വണ്ണം ആമേൻ മാറിപ്പോകാനിടയായി തീർന്നു.
ഇതെല്ലാം നമുക്കുള്ള ദൃഷ്ടാന്തങ്ങളാ ദൈവമക്കളെ, മുന്നറിയിപ്പുകളാ ദൈവമക്കളെ. ഇതെല്ലാം നമ്മൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും കെട്ടുറപ്പുള്ളതായിത്തീരും. അനേകർക്കൊരു പാഠമായി മാതൃകയായിട്ട് നമ്മൾ മാറുവാനിടയായിത്തീരും. ആ ദൈവവരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കും ദൈവസേനയിൽ പറയാം, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഒരു കാലത്ത് ഞാൻ ദൈവസാന്നിധ്യം ഒത്തിരി അനുഭവിച്ചതാ കർത്താവ്, എന്നാൽ ഇപ്പോൾ കഴിയുന്നില്ലപ്പാ. ഇപ്പോൾ ഹൃദയം കഠിനപ്പെട്ടു, മനസ്സ് കലങ്ങി, കയ്പുള്ള അനുഭവത്തിൽ ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവസേനൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോയി. സ്വർഗീയ പിതാവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ഇന്നലകളിൽ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ വെല്ലുവിളിച്ചോ വാദിച്ചോ വൈശാചിക വെല്ലുവിളികളെ ദൈവം ശാസിച്ച് നിങ്ങളുടെ കൃപയിൽ കുഞ്ഞുങ്ങളെല്ലാവരും മറച്ച് അഭിഷേകത്തിന് നിറവോടെ നിർത്തണം, മാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രക്ഷയുടെ സന്തോഷം ദൈവം തിരിച്ചു തരുന്നു, ദൈവ സാന്നിധ്യം മടക്കി തരുന്നു, പരിശുദ്ധാത്മാവിനെ മടക്കി തരുന്നു, നിർമ്മലമായ ഹൃദയം ദൈവം മടക്കി തരുന്നു. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.